പ്രൈസ് ലോർഡ്. നിങ്ങൾ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടി നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2025 ഓഗസ്റ്റ് മാസം 12-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. നാം ക്ഷീണിച്ചു പോകുന്ന 5 മേഖലയെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മെ തന്നെ ബലപ്പെടുത്താം. പ്രിയരെ, പ്രാരംഭ വാക്യത്തിലേക്ക് 68-ാം സങ്കീർത്തനം അതിൻ്റെ 9-10 വാക്യങ്ങളിലേക്ക്. ദൈവമേ, നീ ധാരാളം മഴ പെയ്ച്ച് ക്ഷീണിച്ചിരിക്കുന്ന നിന്റെ അവകാശത്തെ തണുപ്പിച്ചു. 10-ാമത്തെ വാക്യം, നിന്റെ കൂട്ടം അതിൽ പാർത്തു. ദൈവമേ, നിന്റെ ദയയാൽ നീ അത് എളിയവർക്ക് ഒരുക്കി വെച്ചു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ ക്ഷീണിച്ചു പോയെന്ന് പറയുന്നവരുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ബലപ്പെടാൻ പറ്റുന്ന, എഴുന്നേൽക്കാൻ പറ്റുന്ന ചില വചനങ്ങളാണ് ഞാൻ ഈ പ്രാരംഭത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. ഈ പ്രഭാതത്തിൽ നാം കുറിവാക്യമായി വായിച്ചു കേട്ടത്, ദൈവം ധാരാളം മഴ പെയ്പ്പിച്ചുകൊണ്ട് ക്ഷീണിച്ചു പോയ അവകാശത്തെ തണുപ്പിച്ച് അവൻ്റെ കൂട്ടത്തെ അതിൽ പാർപ്പിച്ചു. അവൻ്റെ ദയയെ അവൻ വെളിപ്പെടുത്തിക്കൊണ്ട് എളിയവരെ അതിലാക്കി വെച്ചു. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ, എന്നോടും നിന്നോടും പറഞ്ഞ വാഗ്ദത്തങ്ങളുടെ മേളിൽ എൻ്റെ ദൈവം കരം പിടിച്ച് ആ വാഗ്ദത്തത്തിനകത്തേക്ക് നടത്താൻ പോകുന്നു. ക്ഷീണിച്ചു പോയെന്ന് പറയുന്ന നിൻ്റെ മേളിൽ മഴ പെയ്യാൻ പോകുന്ന ദിവസങ്ങളാണ്. അത്ഭുതങ്ങൾ നടക്കാൻ പോകുന്ന ദിവസങ്ങളാണ്. സ്വീകരിക്കണം. ദൈവത്തിന് നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ പറ്റും. എൻ്റെ ദൈവത്തിന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റും. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ഈ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നവർ മുഴുവൻ പ്രാർത്ഥിക്കണം. വലിയ ദൈവപ്രവൃത്തി, വലിയ ദൈവത്തിൻ്റെ കരം നാം കാണാൻ പോവുകയാണ്. ആ നിലയിൽ തന്നെ ക്ഷീണിച്ചു എന്ന് പറയുന്നവർക്ക് വേണ്ടി ഒരു വാക്യം നമ്മൾ വായിക്കാൻ പോവുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം അതിൻ്റെ 28-29 വാക്യങ്ങൾ. നിനക്കറിഞ്ഞുകൂടെയോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. അവൻ്റെ ബുദ്ധി അപ്രമ്യമത്രേ. 29-ാമത്തെ വാക്യം, അവൻ ക്ഷീണിച്ചവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ഈ 2 വാക്യങ്ങൾ ആഴമായി ശ്രദ്ധിക്കുമ്പോൾ ഞാനും നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിയണം. നമ്മുടെ ദൈവം ക്ഷീണിക്കുന്നവനല്ല, നമ്മുടെ ദൈവം തളർന്നു പോകുന്നവനുമല്ല. ഹല്ലേലൂയ. ആ ദൈവത്തെയാണ് ഈ പ്രഭാതത്തിൽ ഞാനും നിങ്ങളെ സേവിക്കുന്നത്. എത്ര ക്ഷീണിച്ചു പോയെന്ന് പറയുന്നവനെ ബലം വർദ്ധിപ്പിക്കുന്ന, ശക്തി പകരുന്ന ആ ദൈവം ഇന്നും ജീവിക്കുന്നുവെങ്കിൽ വിശ്വസിക്കുക, അടുത്ത മണിക്കൂറുകൾ നിന്റെ എഴുന്നേൽപ്പിൻ്റെ സമയമാണ്. ആ നിലയിൽ ഇന്നത്തെ വചനം നമ്മൾ ചിന്തിക്കുകയാണ്. 5 വിധത്തിലെ ക്ഷീണങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ പോകുന്നു. ഈ വചനങ്ങൾ നിങ്ങൾക്കുള്ളവയാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഒന്നാമത് വെളിപ്പെടുന്നത് ശാരീരിക ക്ഷീണമാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. അവിടെ യാക്കോബിൻ്റെ ഉറവയുണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്നു. അപ്പോൾ ഏകദേശം 6 മണിനേരം ആയിരുന്നു. ഈ വചനത്തിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ യേശു കർത്താവ് വഴി നടന്ന് ശാരീരികമായി ക്ഷീണിച്ചു പോകുന്നത് കാണാൻ പറ്റും. ആ ക്ഷീണത്തിൻ്റെ നടുവിൽ ഇതാ യാക്കോബിൻ്റെ ഉറവിനരികെയാണ് യേശു കർത്താവ് ഇരിക്കുന്നത്. പഴയ നിയമം കൊണ്ടൊന്ന് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ, ഇതാ അബ്രഹാം ഒരു തുരുത്തി വെള്ളവും
അപ്പവും കൊടുത്തുകൊണ്ട് ഹാഗാറിനെയും ഇശ്മായിലിനെയും അവരെ ബർശബ മരുഭൂമിയിലേക്ക് അയക്കുകയാണ്. ആ ബർശബ മരുഭൂമിയിൽ വെച്ച് അവരെ തുരുത്തിയിലെ വെള്ളം തീർന്നവർ മരണം മുമ്പിൽ കാണുകയാണ്. എല്ലാ നിലയിലും തളർന്നുപോയ ഹാഗാറിനെയും ഇശ്മായിലിനെയും ദൂതൻ ഇറങ്ങി ബലപ്പെടുത്തുകയും അവർക്ക് മുമ്പിൽ ഇതാ ഒരു ഉറവ തുറന്നു കൊടുക്കുകയും ചെയ്തത് കാണാൻ പറ്റും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ശാരീരികമായി പല മേഖലയിൽ ക്ഷീണിച്ചവരുണ്ടാകാം, സാമ്പത്തികമായി രോഗപരമായൊക്കെ ക്ഷീണിച്ചവരെന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ, ജീവിതത്തിനകത്ത് എല്ലാ പ്രതീക്ഷയും അവസാനിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഈ പ്രഭാതത്തിൽ നിനക്ക് വേണ്ടി ദൈവം ചില ഉറവകൾ തുറന്നു വരാൻ പോകുന്നു. ഉറവ നിനക്ക് നിൻ്റെ കുടുംബത്തിന് തൃപ്തി വരുത്തുന്നതാ. ഇതാ ദാഹം മാറ്റി എഴുന്നേൽക്കുക. ഈ പ്രഭാതം നിനക്കുള്ളതായി തീരുകയാണ്. രണ്ടാമത് മാനസികമായ ക്ഷീണമാണ്. സംഖ്യാപുസ്തകം 21 അധ്യായം അതിൻ്റെ 4 വാക്യം. പിന്നെ അവർ ഏദോം ദേശത്തെ ചുറ്റിപ്പോകാൻ ഹോർ പർവ്വതത്തിൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിൻ്റെ മനസ്സ് ക്ഷീണിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയ ഇസ്രായേൽ മക്കൾ തൻ്റെ വാഗ്ദത്തത്തിലേക്കുള്ള നടപ്പിൽ 40 വർഷം അവരുടെ വസ്ത്രം പഴകിയില്ല, അവരെ ചെരുപ്പ് തേഞ്ഞതായി കാണുന്നില്ല, അവർക്ക് ആഹാരത്തിന് കുറവുണ്ടായില്ല. പക്ഷേ വഴി നിമിത്തം, വഴിയുടെ ദൂരനിമിത്തം അവരെ മനസ്സങ്ങ് ക്ഷീണിച്ചു പോയി. എന്നെ കേൾക്കുന്നവരൊക്കെ ഈ വചനം ഒന്ന് തൊടാൻ പോവുകയാണ്. കഴിഞ്ഞ നാളുകളിൽ പലതിനും ഉപവസിച്ചവർ എന്നെ കേൾക്കുന്നുണ്ട്. ഇന്നലകളിൽ നടക്കുമെന്ന് വിശ്വസിച്ചു, പക്ഷേ നടക്കാതെ വന്നപ്പോൾ നമ്മുടെ മനസ്സ് ക്ഷീണിച്ചു പോയ ഒത്തിരി പേർ ഇന്നെന്നെ കേൾക്കുന്നുണ്ട്. പുറമേ നോക്കിയാൽ അറിയത്തില്ല, അകമേ ഒത്തിരി ക്ഷീണിച്ചവരോട് തമ്പുരാൻ വിളിച്ചു പറയുക. എബ്രായ ലേഖനം 12 അധ്യായം 3 വാക്യം. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിക്കുവാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവിൻ. ഈ വചനത്താൽ എന്നെ കേൾക്കുന്നവർ ഉള്ളിൽ ക്ഷീണിച്ചു പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശു കർത്താവിൻ്റെ കാൽവരിയിലേക്ക് നിങ്ങൾ നോക്കണം. ആ സ്നേഹമാണ് ഈ പ്രഭാതത്തിൽ നമ്മെ നിർബന്ധിക്കുന്നത്. പാപികളാൽ തനിക്ക് നേരിട്ടുള്ള വിരോധത്തെ സഹിച്ചവനെ എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ, എൻ്റെ യേശു കാൽവരിയിൽ സകലത്തെയും ജയിച്ചു എങ്കിൽ ഞാൻ നിങ്ങളും ജയിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. വിശ്വാസത്തോടെ ഈ പകൽ ജയിക്കുവാൻ, വിശ്വാസത്താൽ ഈ പകൽ അകത്ത മനുഷ്യനെ ബലപ്പെടുത്തുവാൻ തയ്യാറാകുക. എങ്കിൽ മൂന്നാമത്തെ ക്ഷീണത്തിലേക്ക് വരികയാണ്. വിശ്വാസത്താൽ ക്ഷീണിച്ചു പോയവർ എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് ആ വാക്യത്തിനകത്തോട്ട് വരുന്നു. റോമാലേഖനം 4 അധ്യായം അതിൻ്റെ 19-20 വാക്യങ്ങളിലേക്ക്. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്താൽ ക്ഷീണിച്ചില്ല. അബ്രഹാം സാഹചര്യങ്ങളിൽ ക്ഷീണിച്ചിട്ടില്ല എന്നുള്ളതാണ്. തൻ്റെ ശരീരം നിർജീവമായെന്നും തൻ്റെ ഭാര്യയുടെ ഗർഭപാത്രം നിർജീവമായെന്ന് താൻ ഗ്രഹിച്ചിട്ടും താൻ വിശ്വാസത്താൽ ക്ഷീണിച്ചില്ല. നമ്മൾ പലരും വാഗ്ദത്തങ്ങൾ കേട്ടിറങ്ങിയതാണ്, പക്ഷേ വിശ്വാസത്തിൽ ഇന്ന് ക്ഷീണിച്ചു പോയി പോലെ നിൽക്കുമ്പോൾ അബ്രഹാം നമ്മെ നോക്കി വിളിച്ചു പറയുന്നു, താൻ വിശ്വാസത്താൽ ക്ഷീണിച്ചില്ല. അതിൻ്റെ 20 വാക്യം. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ വാക്ക് പറഞ്ഞ ദൈവം മാറത്തില്ലെന്നുള്ള ഉറപ്പിൽ വിശ്വാസത്തിൽ ബലപ്പെടാൻ തുടങ്ങുക, വിശ്വാസത്തിൽ ശക്തിപ്പെടുക. അത് അബ്രഹാമിന് നീതിയായി കണക്കിട്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ ഏതൊക്കെ കുടുംബങ്ങളിൽ വലിയ വാഗ്ദത്തങ്ങൾ ചലിക്കാൻ പോവുകയാണ്. വിശ്വാസത്തിൽ ബലപ്പെടാൻ തയ്യാറാകുക. എങ്കിൽ നാലാമത്തെ ക്ഷീണിപ്പിക്കുന്ന അനുഭവത്തിലേക്ക് നമ്മൾ വരികയാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ ആഴമായി നിങ്ങൾ കാണണം. ഹല്ലേലൂയ. സങ്കീർത്തനം 6 അധ്യായം അതിൻ്റെ 7 വാക്യം. ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണ് കൊഴിഞ്ഞിരിക്കുന്നു, എൻ്റെ സകല വൈരികളും ഹേതുവായി ക്ഷീണിച്ചുമിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണുകൾ കൊഴിഞ്ഞിരിക്കുന്നു, എൻ്റെ സകല വൈരികൾ ഹേതുവായി ഞാൻ ക്ഷീണിച്ചിരിക്കുകയാണ്. സങ്കീർത്തനക്കാരൻ പറയുക, വൈരികൾ നിമിത്തമുള്ള ക്ഷീണം. ആ ജോലി സ്ഥലത്ത് ഉയർത്താത്ത ചിലവർ, ബന്ധത്തിൽ നിൽക്കുന്ന ചിലവർ, നന്മ തരത്തിലെന്ന് പറഞ്ഞ് നമ്മെ ക്ഷീണിപ്പിക്കുന്ന നിലയിൽ ചിലവരെ വിവാഹത്തെ തടഞ്ഞ്, ചിലവരെ ജോലിയുടെ ഉയർച്ചയെ തടഞ്ഞ്, അല്ലെങ്കിൽ കുടുംബപരമായി സാമ്പത്തികപരമായി വൈരികൾ നിമിത്തം ഒത്തിരി ക്ഷീണിച്ചു പോയവരെന്നെ കേൾക്കുന്നുണ്ട്. എന്നാൽ ഈ പ്രഭാതത്തിൽ പ്രിയരെ, നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാനൊരു കഥയായി നിങ്ങളുടെ മുമ്പിലോട്ടൊന്ന് വയ്ക്കുകയാണ്. ഇതാ ഒരു അപ്പച്ചൻ കോഴിക്കോട് പോകാനായിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് അടുത്ത് വരികയാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടു മുമ്പിൽ എത്തുമ്പോൾ തൻ്റെ കണ്ണിന് കാണാം ട്രെയിൻ ഇതാ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കിടക്കുന്നതായിട്ട്. തനിക്ക് തോന്നി താൻ പോകേണ്ട ട്രെയിനാണെന്ന്. താൻ അതിനകത്തൊട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ആ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടു മുമ്പിലുള്ള വീട്ടിൽ ഒരു ബാലൻ അവിടെ നിന്ന് കളിക്കുന്നത് കണ്ടു. ആ മകനോട് ചോദിച്ചു, മകനെ, എനിക്ക് പോകാനുള്ള കോഴിക്കോടുള്ള ട്രെയിനാണോ ഇതെന്ന് ചോദിച്ചു. ആ മകൻ അപ്പച്ചനോട് മറുപടി പറഞ്ഞു, അതേ അപ്പച്ച, ഈ ട്രെയിൻ ലാസ്റ്റ് ട്രെയിനാണ്, ഈ ട്രെയിൻ ഇപ്പോൾ പോകും, വേഗത്തിൽ ചെന്ന് അതിനകത്ത് കയറാൻ പറഞ്ഞു. ഉടനെ അപ്പച്ചൻ്റെ 2 കാലും വയ്യ, 2 ബാഗ് കൊണ്ട്, വലത് കയ്യിലൊരു വടിയുണ്ട്. അപ്പച്ചൻ പറഞ്ഞു, മോനെ, എന്നെക്കൊണ്ട് ഇത് കഴിയുമെന്ന് തോന്നുന്നില്ല, നീ എന്നെ ഒന്ന് സഹായിച്ചതല്ലേ എന്ന് പറഞ്ഞു. ആ മകൻ പറഞ്ഞു, അപ്പച്ചൻ എനിക്കത് കഴിയത്തില്ല. അല്ലെങ്കിൽ അപ്പച്ചൻ പറഞ്ഞു, എങ്കിൽ ആ ട്രെയിൻ മിസ്സാവുമെന്നാണ് തോന്നുന്നത്. ആ മകൻ പറഞ്ഞു, അപ്പച്ചൻ ഇപ്പം ട്രെയിൻ കയറുന്ന വഴി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. തൻ്റെ വീട്ടിൽ വളർത്തുന്ന നായ്ക്കൂട്ടിൽ കിടക്കുന്ന നായയെ താൻ അഴിച്ചു വിട്ടു.
ആ അഴിച്ചുവിട്ടത് നിമിത്തം അപ്പച്ചൻ ചില മിനിറ്റുകൾക്കുള്ളിൽ ഓടി ട്രെയിനിൽ കയറി. നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കണം കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്നലകളിൽ അഴിച്ചുവിട്ട നായ്ക്കുട്ടികൾ നിമിത്തമാണ് ചിലവരിന്ന് അത്ഭുതങ്ങൾ കാണുന്നത്. നമ്മുടെ ജീവിതത്തിനകത്ത് പലതും വിരോധമാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും വിശ്വാസത്തിൽ പ്രാർത്ഥിക്കാമെങ്കിൽ ആ വിരോധങ്ങളെ നമുക്ക് ജയിക്കാൻ കഴിയും, ക്ഷീണം മാറ്റാൻ കഴിയും. എങ്കിൽ അവസാനത്തെ ചിന്തയിലേക്ക് നമ്മൾ വരികയാണ്. 31 സങ്കീർത്തനം 10 വാക്യം. അകൃത്യ നിമിത്തം അല്ലെങ്കിൽ പാപനിമിത്തം ക്ഷീണിച്ചു പോയതായി കാണുന്നു. വാക്യത്തിനകത്തോട്ട്, എൻ്റെ ആയുസ് ദുഃഖം കൊണ്ടും എൻ്റെ സംവത്സരങ്ങൾ നെടുവീർപ്പ് കൊണ്ടും കഴിഞ്ഞു പോയിരിക്കുന്നു. എൻ്റെ അകൃത്യ നിമിത്തം എൻ്റെ ബലം ക്ഷീണിച്ചും എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചും ഇരിക്കുന്നു. ദാവീദ് പറയാണ്, എൻ്റെ അകൃത്യ നിമിത്തം എൻ്റെ ബലം ക്ഷീണിച്ചു പോയിരിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, ചിലവരുടെ ജീവിതത്തിനകത്ത് പാപനിമിത്തം അവർ ക്ഷീണിച്ചു പോയതായി കാണുന്നു, കുടുംബം തകർന്നു പോയതായി കാണുന്നുണ്ട്. എന്നാൽ ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം, യേശുവിൻ്റെ രക്തത്തിന് മായ്ക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ യേശുവിൻ്റെ രക്തത്തിൽ കഴുകാൻ കഴിയാത്ത, ശുദ്ധീകരിക്കാൻ കഴിയാത്ത ഒരു പാവവുമില്ല. കണ്ണുകളൊന്ന് അടച്ച് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. തമ്പുരാനെ, എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളും ഇപ്പോൾ യേശുവിൻ്റെ രക്തത്താൽ പൂർണ്ണമായി ജയം പ്രാപിക്കേണ്ടതിനായി, എഴുന്നേൽക്കേണ്ടതിനായിട്ട് കർത്താവെ, ഇവരെ ക്ഷീണം മാറേണ്ടതിനായി, ഇവരുടെ ജീവിതത്തിനകത്ത് ഇവരുടെ ദർശനം പുതുകട്ടെ, ഇവർ ഓടിക്കയറേണ്ടതിനായി, നന്മകളിലേക്ക് ഓടിക്കയറേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ 5 വിധത്തിലെ ക്ഷീണങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. അത്ഭുതകരമായൊരു വിടുതൽ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുമെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എന്നെ കേൾക്കുന്നവരെ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങളെയും ഞാൻ ക്ഷണിക്കുന്നു. നിങ്ങൾ കടന്നു വരണം. കർത്താവ് നിങ്ങളെ വലിപ്പത്തിൽ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.